ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പുത്തൂർ ഭരണിക്കാവ് റോഡിന്റെ അവസ്ഥയെ ഒറ്റവരിയിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം. മഴക്കാലത്ത് ചെളിയും മഴ മാറിയാൽ പൊടിയും. ജില്ലയിലെ പ്രധാന റോഡുകളിൽ ഒന്നാണിത്. എപ്പോഴും വലുതും ചെറുതുമായ നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നതിനാൽ ചെളിയോ പൊടിയോ മൂലം ഇരുവശത്തെയും വ്യാപാരികൾക്ക് സ്ഥാപനങ്ങൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പൊടിയുടെ ശല്യം ഭയങ്കര. അതിനകത്തിരിക്കാൻ ഒക്കത്തില്ല. ഞാനാണ് കട ലക്ഷങ്ങൾ മുടക്കി കടയിൽ സാധനം ഇറക്കിയിട്ട് കട തുറന്ന് വെക്കാൻ പറ്റത്തില്ല. ഈ പൊടിശല്യം കാരണം മൊത്തം പൊടി കയറി നശിച്ച് എനിക്ക് ലക്ഷങ്ങൾ രൂപ നഷ്ടമുണ്ട്. കട തുറക്കാൻ ഒരു കുഞ്ഞുങ്ങളി കടയ്ക്കകത്തോട്ട് കയറത്തില്ല. ഇവിടെ എല്ലാം ചെളി കാരണം ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഇപ്പോൾ 2 ദിവസം ഉണക്ക് കണ്ടപ്പോൾ പിന്നെ പൊടിയായി. പൊടിശല്യം കൊണ്ട് കട പോലും തുറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാം അടച്ചിട്ടിരിക്കുക. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പൊടിശല്യം മൂലം കണ്ണ് തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. പൊടി പറക്കുന്നത് കാരണം പ്രദേശത്ത് കാൽനട യാത്രക്കാരുടെയും സ്ഥിതി വ്യത്യസ്തമല്ല. നടക്കാൻ വശങ്ങളിൽ സ്ഥലമില്ലാത്തതിനാൽ വാഹനങ്ങളെ പേടിച്ച് എങ്ങോട്ടെങ്കിലും ഓടി മാറേണ്ട അവസ്ഥയാണ്. പലപ്പോഴും വലിയ വാഹനങ്ങളുടെ അടിഭാഗം തറയിൽ തട്ടി യന്ത്രഭാഗങ്ങൾക്ക് കേടുവരാറുണ്ട്. റോഡിന്റെ അവസ്ഥ ചൂണ്ടിക്കാട്ടി നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മാസങ്ങളായിട്ട് ഈ റോഡിങ്ങനെ തകർന്നു കിടക്കും. ഒരു വണ്ടി പോലും മഴ പെയ്ത് കഴിഞ്ഞാൽ വണ്ടിനകത്ത് പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്. അതുപോലെ മഴയില്ലെന്നുണ്ടെങ്കിൽ പൊടി, മഴയാണെങ്കിൽ ചെളി. മഴ പെയ്തു കഴിഞ്ഞാൽ ഒട്ടും പറ്റത്തില്ല. എപ്പോഴും അപകടം അവിടെ. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.